ചാലയിലെ ഏറ്റവും ചെറിയ വീട്, ഏറ്റവും മനോഹരമായ വീട് ഈ കാണുന്ന വിശാലമായ പാടശേഖരത്തിന് നടുവിലുള്ള ഈ കുഞ്ഞു വീടല്ലാതെ മറ്റൊന്നുമല്ല. ചാല ടൗണിനടുത്ത് മിംസ് ആസ്പത്രിക്ക് സമീപമുള്ള പാടശേഖരത്തിന് നടുവിലാണ് പ്രകാശാട്ടൻ്റെ ഈ കുഞ്ഞു വീടുള്ളത്. പാടശേഖരത്തിന് നടുവിൽ സ്വന്തമായ 7 സെൻറ്റ് സ്ഥലത്തിനുള്ളിലാണ് 2 മുറിയുള്ള ഈ കുഞ്ഞു വീട് സ്ഥിതി ചെയ്യുന്നത്. കൂലിപ്പണിക്കാരനായ പ്രകാശേട്ടനും ഭാര്യയും മാത്രമാണ് ഇവിടുത്തെ താമസക്കാർ. വീടിനടുത്തൂടെ കൈത്തോടൊഴുകുന്നു. 4 ഭാഗവും വയലേലകളാണ്. കൈത്തോട് മുറിച്ച് കടക്കാൻ ഒരു കുഞ്ഞു പാലം വീട്ടിലേക്ക് നിർമ്മിച്ചിട്ടുണ്ട്. ഒരു മുറി മുകളിലും ഒരു മുറി താഴെയുമായിട്ടാണ് 2 മുറികൾ ഈ വീടിനുള്ളത്. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്താണ് പ്രകാശേട്ടാ? നിങ്ങളൊരു കുഞ്ഞു വീടാണ്, വളരെ ചെറിയൊരു വീട്. ഈ നാട്ടിലെ ഏറ്റവും ഒരു ചെറിയ വീട് തന്നെ, ഏറ്റവും ഒരു ചെറിയ വീട് തന്നെ പറയാം. പക്ഷേ ഇത് കാണാൻ വളരെ മനോഹരമാണ്. കാരണം വയലിൻ്റെ നടുവിലാണ്, 4 ഭാഗവും വയലാണ്. വീടിനോട് ചേർന്ന് തന്നെ ഒരു തോട്, കൈത്തോട് ഒഴുകുന്നുണ്ട്. അപ്പോൾ ഇത്രയും മനോഹരമായ ഒരു വീട്ടിൽ നിങ്ങളിങ്ങനെ കഴിയുന്നു. അപ്പോൾ എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന സൗകര്യവും സന്തോഷവും എന്താണെന്ന് പറയാമോ? ഇവിടെ നമുക്ക് മൊത്തത്തിൽ സുഖം തന്നെയാണ്. മഴക്കാലം കുറച്ച് ദിവസം ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഒരു ജൂലൈ മാസങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. മഴ ഇങ്ങനെ നിർത്താണ്ട് പെയ്യുന്ന ആ സമയം. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ബാക്കി 10-11 മാസം സുഖം തന്നെ. ഈ ജൂലൈ മാസമാണ് നമുക്കൊരു ബുദ്ധിമുട്ട്. നല്ല ക്ലൈമറ്റ് ആണല്ലേ? നല്ല ക്ലൈമറ്റ്. ചൂടുണ്ടാവലുണ്ട് ഇവിടെ? ചൂട് ഒന്നും അങ്ങനെ ഉണ്ടാവില്ല. കാറ്റോ? കാറ്റുണ്ടാവും, കാറ്റ് കിട്ടും. എപ്പോഴും കാറ്റുണ്ടാവും. കാറ്റ് അധികം ഉണ്ടാവും. കൊതുക് ശല്യം ഉണ്ടാവില്ല. കൊതുകില്ല. അത് അപൂർവങ്ങളിലേ ഉണ്ടാവും ഒരു കൊതുക്. ഓ അതെ അല്ലേ? നിങ്ങൾ ഈ വീടിന് എത്ര മുറിയുണ്ട്? വീടിന് 2 ബെഡ്റൂം ഉണ്ട്. അതെ, 2 ബെഡ്റൂം ഒരു അടുക്കള, ഒരു ചെറിയ അടുക്കള. വേറെ ഒന്നുണ്ട്. ഇത് വല്ലമുക്ക്. അതായത് ചാല ടൗണിനടുത്ത്, ടൗണിന് 1 കിലോമീറ്റർ. മിംസ് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തുള്ള ഒരു വീട് എന്ന് പറയാം. ബാക്കിലായിട്ട് വരും. ബാക്കിലുള്ളൊരു വീട്. ഹൈവേ നോക്കുമ്പോൾ മിംസിന്റെ ബാക്കിൽ. ഒരു ചെറിയ കിളിക്കൂട് പോലെ ഉണ്ട് ഈ വീട് കാണുമ്പോൾ. വയലും, മനോഹരമായ വയലും ഒക്കെ ആയിട്ട്. നിങ്ങൾ ഈ പരിസരത്ത് നിങ്ങൾക്കൊരു അയൽവക്കം പോലും ഇല്ല. തൊട്ടടുത്ത് വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്തൊരു അയൽവക്കം ഇല്ല. തൊട്ടടുത്തുള്ളത് മുഴുവൻ വയലാണല്ലേ? ഈ വയലിന്റെ നടുവിലാണ് നിങ്ങളെ വീട്. നിങ്ങൾ എന്താ ജോലി ചെയ്യുന്നത്? ഞാൻ കൂലിപ്പണിയാണ്. ഇപ്പം കുറച്ചുകൂടെ എത്തിപ്പെട്ടത് 98-ലാണ് ഇവിടെ എത്തിപ്പെട്ടത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ വേറെ സ്ഥലം ഒന്നുമില്ല, ഒരു ചെറിയൊരു വീട് ആക്കാന്നുള്ള ഇതിൽ അങ്ങനെ ഇവിടെ എത്തിപ്പെട്ടതാണ്. ഇവിടെ സംതൃപ്തനാണ്. അതെ. മഴക്കാലമുള്ള ജൂലൈ മാസങ്ങളിൽ കുറച്ചുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ. രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല ശുദ്ധവായു, നല്ല പച്ചപ്പ് കണ്ടിട്ട് എണീക്കാം. വേറെ ഒന്നുമില്ല, ഒരു ബുദ്ധിമുട്ട്. അതിന്റെ ഒരു സന്തോഷം നിങ്ങളെ മുഖത്ത് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വയസ്സായി? എനിക്ക് 69 വയസ്സ്. 69 വയസ്സായിട്ട് ഇത്ര സന്തോഷവും പ്രസരിപ്പും കാണണമെങ്കിൽ ഈ താമസിക്കുന്ന സ്ഥലത്തിന്റെ ഒരു ഭംഗി അതിനൊരു പ്രധാന കാരണമാണെന്ന് തോന്നുന്നു. ശരിയായിരിക്കും അല്ലേ? അതെ. വർഷത്തിൽ ഒരു 15 ദിവസമെങ്കിലും ബന്ധുവീട്ടിലേക്ക് മാറി താമസിക്കേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് കൊണ്ട് പ്രകാശേട്ടനും കുടുംബവും അനുഭവിക്കുന്ന ഏക അസൗകര്യം. ചുറ്റുപാടും വയലേലകളാണ്. അരികിലൂടെ ഒരു കൈത്തോടൊഴുകുന്നുണ്ട്. കനത്ത മഴയിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ കുറച്ച് ദിവസം വയലിലേക്ക് കയറുന്ന വെള്ളം ഇവരുടെ വീട്ടുമുറ്റത്തേക്കും എത്തും. അത് വീട്ടിനകത്തേക്കും കയറി വരും. ഈ സമയം ഒരു 10-15 ദിവസം ബന്ധുവീട്ടിലേക്ക് മാറി താമസിക്കണം എന്നുള്ള ഒരു അസൗകര്യമല്ലാതെ മറ്റൊരു ബുദ്ധിമുട്ടും ഈ വീടിനെ കൊണ്ട് അനുഭവിക്കുന്നില്ലെന്നാണ് ഇവിടുത്തെ താമസക്കാരായ പ്രകാശേട്ടനും ഭാര്യയും പറയുന്നത്. ബാക്കിയുള്ള 350 ദിവസവും ഇവർ ഈ പ്രകൃതിയുടെ മടിത്തട്ടിൽ
പ്രകൃതിയുടെ പാട്ട് കേട്ടുകൊണ്ട് പ്രകൃതിയുടെ എല്ലാ സൗന്ദര്യവും ആസ്വദിച്ചുകൊണ്ട് പച്ചപ്പും തണുപ്പും കുളിരുമെല്ലാം അനുഭവിച്ചുകൊണ്ട് ഇവർ സംതൃപ്തരായിട്ടാണ് ഈ വീട്ടിൽ കഴിയുന്നത്. ചാലയിലെ ഏറ്റവും മനോഹരമായ ഒരു വയലോര പ്രദേശം, ഏറ്റവും മനോഹരമായ ഒരു വീട്.